ഹലോ ഗായ്സ്, എല്ലാവർക്കും പെപ്പ് പി ജി അപ്ഡേറ്റ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ് ഇസ് മീ സയ്യിദ് ഷഹീർ ഫ്രം പെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളെ സി യു ടി പി ജി അപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് റിസൾട്ട് വന്നതിന് ശേഷം വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമ്മളെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ, അതായത് നമ്മൾ എന്താണ് LAQP1 എന്ന് പറയുന്ന LAQP01 എന്ന് പറയുന്ന കോഴ്സ് കോഡ് എഴുതി അത്യാവശ്യം നല്ല സ്കോറും പല വേരിയൻ സ്കോറുകളൊക്കെ കിട്ടി. അപ്പോൾ ഏതായാലും നമുക്ക് എവിടെയൊക്കെയാണ് ഈ ഒരു സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ പല ആളുകളും പല യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഇവിടെ ഞാൻ ചെയ്യേണ്ടതുണ്ടോ, എൻ്റെ ഇംഗ്ലീഷ് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഞാൻ നോക്കുന്ന കോഴ്സ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയാതെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റികളെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്താണ് ആ യൂണിവേഴ്സിറ്റീസിൻ്റെ നോട്ടിഫിക്കേഷന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കാം, അല്ലെങ്കിൽ പെപ്പിൻ്റെ ഗ്രൂപ്പിലോ പെപ്പിൻ്റെ മിഷൻ PG ഗ്രൂപ്പിലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ മിസ്സാവില്ല. അത് അഡ്മിഷൻ പ്രോസസ്സിനെയും ബാധിക്കില്ല. അപ്പം എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഈ ഒരു പെപ്പ് യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ LAQP01 എന്ന് പറയുന്ന MA ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അല്ലേ. എറൗണ്ട് 39 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്തുണ്ട്, നമ്മളെ ഇംഗ്ലീഷ് ഉണ്ടോ. അതായത് അത്രയും കൂടുതൽ യൂണിവേഴ്സിറ്റികളിലുള്ള ഒരു കോഴ്സാണ് എന്ത്, ഇംഗ്ലീഷ്. മറ്റ് ഏത് കോഴ്സാണ് ഇത്ര അധികം യൂണിവേഴ്സിറ്റികളെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്കുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ ഈ 39 ഏറ്റവും നന്നായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കാവുന്ന യൂണിവേഴ്സിറ്റികളെയാണ് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസും അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എന്തുണ്ട്, നമ്മളെ MA ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്. എന്നാൽ അതിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് നോക്കുന്നത് പ്രധാനപ്പെട്ട ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. ഓക്കെ, വീണ്ടും പറഞ്ഞു, ഇത് നോക്കി വെക്കുന്നതിലൂടെ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ മിസ്സാവില്ല, അഡ്മിഷൻ മിസ്സാവില്ല. നമുക്ക് നോർത്ത് ഈസ്റ്റിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് സ്പെസിഫിക്കലി അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ചില ആളുകൾ നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹി അല്ലെങ്കിൽ എന്താണ് ഉത്തരേന്ത്യയിലൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളതുണ്ടാവും. ചിലരൊന്നും ദൂരേക്കൊന്നും വിടില്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ മതി എന്നൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രിഫറൻസുകളും പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ നോക്കാം നമുക്ക് ചില യൂണിവേഴ്സിറ്റികൾ. ഇപ്പം നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രിപുര യൂണിവേഴ്സിറ്റി അല്ലേ. ത്രിപുര യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്താണ്, നമുക്ക് MA ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഏകദേശം എന്താണ് MA ഇംഗ്ലീഷിൻ്റെ എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. പാസ്ഡ് BA ഹോണേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ അപ്പിയറിംഗ് ഫൈനൽ ഇയർ എക്സാമിനേഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ത്രിപുര യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാം. ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്നാൽ നമ്മൾ നോക്കുന്ന ഇപ്പോൾ മലയാളികൾ കൂടുതലായിട്ട് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ എന്തുണ്ട്, നമുക്ക് പഠിക്കാവുന്ന MA ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കോഴ്സ് കോഡ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, LAQP01. കാരണം ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ MA ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് ചില പേരുകളിലൊക്കെ കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കോഴ്സിൻ്റെ പേരെന്താണെന്നുള്ളത് നോക്കാം. ഇവിടെയും MA ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് നോട്ട് ലെസ് ദാൻ. ഓക്കെ, പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ദ സ്റ്റുഡൻസ് വിത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആസ് വൺ ഓഫ് ദ പ്രിഫറൻസ് ആണ്. അപ്പോൾ ചില ആളുകളുണ്ടാവും അത് പഠിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ പ്രിഫറൻസ് ഇംഗ്ലീഷ് പഠിച്ച ആളുകൾക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു നമുക്ക് കൊടുക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ടോപ്പ് റാങ്കിൽ ഉണ്ടാവുന്ന യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഡൽഹിയിൽ പഠിക്കുക അതൊരു ഡ്രീം സാധനം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ചലഞ്ചും ക്രൈസിസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഡൽഹിയിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. അപ്പോൾ നോക്കൂ, MA ഇംഗ്ലീഷ് നമുക്ക് എവിടെ വരുന്നുണ്ട്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പം ഇംഗ്ലീഷ് പോലും ഡിഗ്രി പഠിക്കണമെന്ന് പോലും നിർബന്ധമില്ല. നമ്മൾ ഈ ഒരു കോഴ്സ് LAQP01 എഴുതിയാൽ മതി. ഓക്കെ, MA ഇംഗ്ലീഷാണ് നമുക്ക് വരുന്നത് കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നിങ്ങൾ എന്താണ് നിർബന്ധമായിട്ടും കൊടുക്കണം. ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് ദൂരെ ഒന്നും വിടില്ല എന്നുള്ള
കാറ്റഗറിയിലൊക്കെ ആളുകൾ ഉണ്ടാവുമല്ലോ. സൗത്ത് ഇന്ത്യയിലൊക്കെ എവിടെയെങ്കിലും മതി എന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിൽ നിങ്ങൾക്ക് എന്തുണ്ട്, MA ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പോകാൻ ഹിമാചൽ വൈപ്പൊക്കെ ഉള്ള ആളുകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ് ഉണ്ട്. ഇനി നമുക്ക് ആ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കുറച്ചങ്ങോട്ട് വിട്ട് സാഗർ എന്ന് പറയുന്ന നമ്മുടെ മധ്യപ്രദേശിലും ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് എന്ത്, ഡോക്ടർ ഹരിസിംഗ് ഗൗർ യൂണിവേഴ്സിറ്റി, EHG എന്താണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഡോക്ടർ ഹരിസിംഗ് ഗൗർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് PG പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബീഹാർ എന്താണ് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ, അവിടേക്കാൾ ഒരുപക്ഷെ മലയാളികൾ കൂടുതൽ പഠിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിലാണ്. ഓക്കെ, പഞ്ചാബ് ഒരുപാട് മലയാളി കുട്ടികൾ, ഇപ്പം നമ്മളെ പെപ്പിലുള്ള കുട്ടികൾ തന്നെ ഇഷ്ടംപോലെ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ബത്തിൻഡയിൽ. നിങ്ങൾക്ക് പ്രിഫറൻസിൽ ടോപ്പിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് എന്താണ് നിങ്ങൾക്ക് ട്രാവൽ വൈബും അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ലിംഗ്വിസ്റ്റിക് കൾച്ചറൽ എക്സ്പോഷറൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പഞ്ചാബ് യൂണിവേഴ്സിറ്റി ബത്തിൻഡയിൽ നമുക്കുണ്ട്. വീണ്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി സൗത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഗുൽബർഗയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ നമുക്കെന്തുണ്ട്, MA ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോക്കൂ, അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ യൂണിവേഴ്സിറ്റി ആൻഡ് ഫോറിൻ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഇംഗ്ലീഷ് എന്താണ് പഠിക്കണമെന്ന് നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നോക്കുന്നത്. മാർക്ക് ആൻഡ് ഹാവിങ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ആസ് ആൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ആൻഡ് ആസ് എ ബേസിക് സബ്ജക്റ്റ് ആൻഡ് അഡീഷണൽ സബ്ജക്റ്റ് ഓർ എലക്റ്റീവ്. ഓക്കെ, അതായത് എല്ലാ ലെവലിലും എന്താണ് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് പ്രിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഓരോ യൂണിവേഴ്സിറ്റിൻ്റെ എലിജിബിലിറ്റി. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, ഒഡീഷ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പൊതുവെ മലയാളികൾ കുറവുള്ള യൂണിവേഴ്സിറ്റികളാണ്. തേസ്പൂർ യൂണിവേഴ്സിറ്റി, മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവാണെങ്കിൽ പോലും എന്തായാലും PG പഠിക്കുക എന്നുള്ളൊരു വാശി, ആ ഒരു ആവേശം, നിർബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം സ്ഥലങ്ങളിൽ കൊടുക്കുക, എന്തായാലും കിട്ടുമോ. കാരണം എന്താണ്, അത്രയും പ്രിഫറൻസ് ഉണ്ട്. 39 യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ അമർകണ്ടക് ഇത് പ്രിഫറൻസിൽ വെക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മലയാളികൾ കുറച്ചും കൂടി പഠിക്കുന്ന ഒരു സ്ഥലമാണ് മധ്യപ്രദേശിലെ അമർകണ്ടകിലുള്ള IGNTUവിൽ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് വീണ്ടും എന്താണ് നമ്മളെ മലയാളി പിള്ളേർ കുറേ പേര് പഠിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിൽ ടോപ്പിൽ വെക്കാൻ സാധിക്കുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്, RGNIYD. പ്രത്യേകിച്ച് അത് ചെന്നൈയിലാണ് വരുന്നത്. ചെന്നൈയിലായതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പോയി പഠിക്കാനൊക്കെ കുറച്ചും കൂടി ഒരു സുഖമുള്ളൊരു സ്ഥലമാണ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് RGNIYDയിൽ ഒരു പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. എനി ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് ഫ്രം എ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് എന്ത് പ്രിഫറൻസ് വരുന്നത്. അപ്പോൾ RGNIYD ഈസ് ഓൾസോ വെരി ഗുഡ് ഓപ്ഷൻ, എസ്പെഷ്യലി ഇൻ സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ഉണ്ട് അല്ലേ, നല്ല രസമുള്ള വൈബ് ക്യാമ്പസാണ്. രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, മലയാളി കുട്ടികളുള്ള എന്താണ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നിങ്ങളൊരു ഓപ്ഷനില്ല, നേരത്തെ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുമ്പം കൊടുക്കേണ്ട നമ്പർ 1 യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് JNU ആണ്. അതിലൊരു സംശയമില്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNUവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അച്ചീവ്മെൻറ്റുകളൊന്നായിരിക്കും. ഓക്കെ, അപ്പം JNUവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MA ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അതിലൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് JNUവിലൊക്കെ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലൊരു എന്താണ് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും. നോക്കൂ, MA ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് വായിച്ച് നോക്കുക. എന്തായാലും അപ്ലൈ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റികളിലൊന്നാണ് JNU കേട്ടോ. ആൻഡ് എഗെയിൻ നിങ്ങളുടെ പ്രിഫറൻസിൽ ടോപ്പ് ലിസ്റ്റിലേക്ക് വരേണ്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. നമ്മൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, ഇതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഇതൊക്കെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ പോയി പഠിക്കാവുന്ന മേജർ ക്യാമ്പസുകളാണ്, RGNIYD ഉൾപ്പെടെയുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ചിലപ്പോൾ എന്താണ് വളരെ ദൂരത്തേക്കോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുന്നതിന് തടസ്സമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വീണ്ടും നമ്മളെ നാട്ടിൽ കാസർഗോഡ് തന്നെ നമുക്ക് എന്താണ് പോയി പഠിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് എഗെയിൻ
സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് കുറച്ച് റീസെൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കര എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ വേണം നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്ക് പോകാൻ. എന്നാൽ പോലും നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യത്തെ ഒരു 10 പ്രിഫറൻസിലേക്ക് കൊടുക്കാവുന്ന യൂണിവേഴ്സിറ്റിയാണ്. വീണ്ടും ഞാൻ പറഞ്ഞു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി. പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നളന്ദ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിൽ കാണേണ്ടതാണ്. ജാർഖണ്ഡിൽ ഞാനൊരു ഫസ്റ്റ് പ്രിഫറൻസിൽ പറയില്ല, അത്ര ഒരുപാട് കുട്ടികളൊന്നും മലയാളി കുട്ടികൾ ഒരുപാട് പഠിക്കുന്നില്ല. എന്നാൽ പോലും നല്ല യൂണിവേഴ്സിറ്റി, നല്ല ക്യാമ്പസും ഒക്കെയാണ്, അവിടെ പഠിച്ച കുട്ടികളൊക്കെ പരിചയമുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളൊരു ഫസ്റ്റ് ഓപ്ഷനിൽ ഈ പറഞ്ഞതുപോലെ JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രിഫറൻസുകളിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഗുരുദാസിദാസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഉണ്ട് അല്ലേ. റീസെൻ്റ്ലി ഡൽഹിയിൽ നിങ്ങൾക്കൊരു 3 hours ജേണി മാത്രമേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതാണ്. ഇവിടുത്തൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും കേട്ടോ. എലിജിബിലിറ്റി ഒക്കെ ഏകദേശം സെയിം എലിജിബിലിറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കാത്തത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് എല്ലാവരും BA ഇംഗ്ലീഷ് കഴിഞ്ഞവർ തന്നെ ആവണമെന്നില്ലല്ലോ വരുന്നത്. അപ്പം നോർത്തിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഈസ് വെരി ഗുഡ് ഓപ്ഷൻ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ നമുക്ക് ലക്നൌവിലെ ബാബാ സാഹബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ട്, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ദെൻ നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തിട്ടുള്ള ടോപ്പ് ലിസ്റ്റുകൾ കേട്ടോ. ടോപ്പ് ലിസ്റ്റുകളിൽ നമ്മൾക്കറിയാം JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഈ ഫസ്റ്റത്തെ 4-5 യൂണിവേഴ്സിറ്റി പ്രിഫറൻസിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, HCU. കേട്ട് നിങ്ങൾക്ക് നല്ല തഴക്കം ഉണ്ടാവും. HCUവും അതുപോലെ തന്നെ ഹൈദരാബാദിൽ തന്നെ നമുക്കറിയാം മറ്റ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് അല്ലേ, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയൊക്കെ. പിന്നെ മണിപ്പൂർ യൂണിവേഴ്സിറ്റി നോർത്ത് ഈസ്റ്റിൽ വരുന്നതാണ്, സിക്കിം യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്, സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ്. ഇതാണ് നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. IFLU അല്ലേ, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി നമ്മളുടെ ഹൈദരാബാദിൽ തന്നെയുള്ള IFLU നമ്മൾക്ക് നമ്മളുടെ ടോപ്പ് പ്രിഫറൻസിൽ, ഞാൻ പ്രത്യേകം പറഞ്ഞു, ടോപ്പ് പ്രിഫറൻസിലുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കുക. എന്നതിന് ശേഷം മറ്റു യൂണിവേഴ്സിറ്റികളെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കറിയില്ല നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളെ മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഡിസിഷൻ എടുക്കാം. നമ്മുടെ സീനിയേഴ്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ എക്സ്പേർട്സിനോടൊക്കെ ചോദിച്ചിട്ട് പെപ്പിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം IFLU, HCU നിങ്ങളുടെ ആദ്യത്തെ 5 ലിസ്റ്റുകളിൽ വരേണ്ട യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്. ആൻഡ് ദെൻ BHU, ക്യാമ്പസും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് നമ്മളുടെ ഒരു വൈബിൽ നിൽക്കുന്നതാണ്. വാരാണസിയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. BHUവിൻ്റെ ക്യാമ്പസിലും അതിൻ്റെ കറസ്പോണ്ടിങ് അണ്ടറിലുള്ള കോളേജുകളിലും ഉണ്ട് നമുക്ക്. പിന്നെ ആസാം യൂണിവേഴ്സിറ്റി, മിസോറാം യൂണിവേഴ്സിറ്റി, അരുണാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി ഒക്കെ പോലെയുള്ള നോർത്ത് ഈസ്റ്റിലുള്ള ഏകദേശം യൂണിവേഴ്സിറ്റികൾ, കുറേ യൂണിവേഴ്സിറ്റികൾ നമ്മൾ പറഞ്ഞു അല്ലേ, തേസ്പൂർ, ത്രിപുര, അരുണാചൽ യൂണിവേഴ്സിറ്റി, മിസോറാം, മണിപ്പൂർ ഒക്കെ, സിക്കിം ഒക്കെ പറഞ്ഞു. അങ്ങനെ നോർത്ത് ഈസ്റ്റിലുള്ള കുറേ യൂണിവേഴ്സിറ്റികളുടെ ഒരു കൾച്ചറൽ ഒരു പുതിയ കൾച്ചറിലൊക്കെ നിങ്ങൾക്കൊരു കുറച്ച് 2 കൊല്ലം ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ്. ഇനി മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബും ഹരിയാനയും രാജസ്ഥാനും ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ സെൻറ്ററിൽ ഡൽഹി എന്ന് പറയുന്ന സെൻറ്ററിൽ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയും JNU ഉണ്ട്. കുറച്ച് തൊട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ IFLUവും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും ഉണ്ട്. കുറച്ചും കൂടി താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരിയും RGNAVയും തമിഴ്നാടും കർണാടകയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പ്രിഫറൻസിൽ ഈ 39 എണ്ണത്തിൽ ആദ്യത്തെ ഒരു 10 യൂണിവേഴ്സിറ്റികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് പിന്നെ ഈ ഇംഗ്ലീഷിൽ ഈ കോഡ് വെച്ചിട്ട് LAQP 01 വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TISS കേട്ടോ. MSc അഗ്രികൾച്ചർ ആൻഡ് ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിന് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളുടെ കോഡ് അതിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ നോക്കേണ്ടത് പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു മെയിൻ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റി അല്ലേ,
നമ്മളെ ഭോപ്പാലിലുള്ള ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. നോക്കൂ, നമ്മളെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ പ്രിഫറൻസിൽ നമ്മളെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ലിസ്റ്റിലുണ്ട്. നോക്കാം, LQP01 MA ഇംഗ്ലീഷിന് എന്താണ് നമ്മളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ ലിസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും എന്താണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ അത്യാവശ്യമുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് മുകളിലോട്ട് ലൈക്ക് ജമ്മുവിലുള്ള 1-2 യൂണിവേഴ്സിറ്റി, ശ്രീനഗറിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ പറയുന്നത്. പിന്നെ നമ്മളെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതിൽ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ നമ്മളെ കോയമ്പത്തൂരുള്ള അവിനാഷ് ലിംഗം യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടും. ഞാൻ മറ്റതിനൊന്നും വലിയ പ്രിഫറൻസ് കൊടുക്കാത്തത് നിങ്ങൾക്ക് ഇപ്രാവശ്യം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കിട്ടാൻ മാത്രം എന്തുണ്ട് യൂണിവേഴ്സിറ്റികളുണ്ട്. ദെൻ ദർ ആർ മെനി അതർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലേ, അമിറ്റി യൂണിവേഴ്സിറ്റിയും LPU ഒക്കെ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ യൂണിവേഴ്സിറ്റീസ് വിളിക്കുന്ന സമയത്ത് ഒക്കെ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഈ ഒരു മെയ് 15-ൻ്റെയും ഒരു ജൂൺ 10-ൻ്റെയും ഇടയിലൊക്കെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി യൂണിവേഴ്സിറ്റികളുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചെറിയ അശ്രദ്ധയൊക്കെ നമ്മളുടെ അയ്യോടാ ഞാൻ അറിഞ്ഞില്ല, കൊടുക്കാൻ വിട്ടുപോയി എന്നൊക്കെയുള്ള ഒരു നിരാശ പിന്നീട് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, പെപ്പിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പും ഉണ്ട്, അതുപോലെ തന്നെ മിഷൻ ഗ്രൂപ്പും ഉണ്ട്. നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നിരന്തരമായിട്ട് നോട്ടിഫിക്കേഷൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ച് നിങ്ങളുടെ പ്രൊഫഷനിൽ നല്ല അടിപൊളി ആളുകളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ വെച്ചിട്ട് കാണാം. അപ്പം എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.